ഇന്നൊരു നല്ലൊരു ദിവസമാണ്. ഒരു അടാറ് നാടൻ വ്ലോഗിൻ്റെ പുതിയൊരു വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് എടുത്തിട്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് വണ്ടി എടുത്തു. നേരെ ഫാൻറ്റൽ റോക്കിലേക്കാണ് വന്നത്. വണ്ടി ഡെലിവറി കഴിഞ്ഞ് TP കിട്ടി എല്ലാം ശരിയായതിനു ശേഷം നമ്മൾ നേരെ വന്നിരിക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ യാത്രകൾ മൊത്തം നമ്മൾ ഇതിലാണ്. സുസുക്കി ജിക്സർ വെച്ചിട്ട് നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇവിടെയാണ്, ഫാൻറ്റൽ റോക്കാണ് ചെയ്യുന്നത്. വീഡിയോ എന്തായാലും എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പോകുന്നത് വയനാട് തന്നെയുള്ള ഫാൻറ്റൽ റോക്ക് എന്നറിയപ്പെടുന്ന ഒരു പാറ, ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ കാണാൻ പറ്റുന്ന ഒരിതാണ്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് അവിടെ പോയിട്ട് അവിടുത്തെ റിവ്യൂ കാര്യങ്ങൾ, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വരാം. ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്ന് മേലെ കൂടി ആ പാറേൻ്റെ മേലേക്ക് വരാം. അപ്പോൾ ഇതിൽ രണ്ട് ചെക്കന്മാർ വന്നപ്പോൾ ഇതിൽ കൂടി ഒരു വഴി ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വഴി പോയേക്കാം. ആ വഴി പോയാൽ അതിൻ്റെ മേലേക്ക് എത്താൻ പറ്റും എന്നാണ് കണ്ടത്. എന്നാലും ആ പോയത്
അറിയില്ല. അവിടെ വടി കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ അടുത്ത് ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ച് കയറാനും പറ്റില്ല. നമുക്ക് എന്തായാലും ഫാൻറ്റം റോക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. All the same, like some things never change. I couldn't stop and say no. It's all the same, but you won't take the blame, even when you are blowing up. Oh my, you're my broken love. Nobody's gonna save her now. Oh my, you're my broken love. So come on, let me show you how. ഞാനിവിടെ രണ്ടാമത്തെ വട്ടോട്ടോ വരുന്നത്. പക്ഷേ നമുക്ക് താഴേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ഇവിടെ ഒരു കയറ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കയറൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നറിയില്ല. നല്ല തെന്നലുണ്ട്, അപ്പോൾ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ വള്ളി പിടിച്ചിട്ട് ഇറങ്ങാനും പറ്റില്ല. എന്തായാലും താഴേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ നോക്കിയതല്ല. ഒരു രക്ഷയില്ല. ഇവിടുത്തെ കയറ് താഴെ വരെ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. പക്ഷേ എങ്കിൽ അത് പൊട്ടിച്ചിട്ടേക്കാണ്. ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പൊട്ടിച്ചിട്ടായിരിക്കും. നട്ടുച്ച കണ്ടോ ഞങ്ങൾ വന്നതിപ്പോൾ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലത്താണ് വന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ഉള്ളിലില്ലേ, AC-ൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫീലാണ്. എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് തണുപ്പെന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തം വേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ കൂളാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, ഇത്രയും നല്ല സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരിക്കലും നമ്മൾ ഇവിടെ തന്നെ ഇപ്പം ബിങ്കോൻ്റെ പാക്കറ്റ് അല്ലാണ്ടുള്ള ഫുഡ് കൊണ്ടുവന്ന നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ പാക്കറ്റ് ഫുള്ള് വേസ്റ്റാണ്. ഇവിടെ എന്താ പറയുക, താഴേക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വയനാട്ടിൽ നല്ല അടിപൊളി കുറേ സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഒന്നും വന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇട്ടിട്ട് പോയിരുന്നു. നിങ്ങൾ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, അതൊരു കവറിലാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും പിന്നെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ടൂറിസ്റ്റ് പ്ലേസൊക്കെ വന്നിട്ട് വേസ്റ്റ് ഇടുന്നത് വളരെ മോശമാണ്. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഇല്ലെങ്കിലും എന്താ പറയുക, നിങ്ങൾ വന്നിട്ട് വേസ്റ്റ് ഇങ്ങനെ വലിച്ചെറിയാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ലാണ്ട് വേറൊരു വഴിയുണ്ട്. ആ വഴി കുടിച്ച് you won't take the blame, even when you are blowing up. Oh my, you're my broken love. Nobody's gonna save her now. Oh my, you're my broken love. So come on, let me show you how. Oh my, you're my broken love. നമ്മുടെ അമ്പലവയലിലെ താജ് ഹോട്ടൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബിരിയാണി, പൊറോട്ട, സാധാ ചോറെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ ചോറ് കഴിക്കാം, കാരണം ഇന്ന് ഞാൻ വൈകുന്നേരം പോയിട്ട് ഡ്യൂട്ടി എടുക്കേണ്ടതാണ്. ബിരിയാണി കഴിച്ച് ഭയങ്കര ക്ഷീണമായിരിക്കും, ഉറക്കം വരുന്നത്. അപ്പോൾ ചോറ് സംഭവങ്ങൾ ഐറ്റംസൊക്കെ വന്നു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബീഫ് റോസ്റ്റാണ്, 130 രൂപ. അപ്പോൾ ബീഫ് റോസ്റ്റും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അടിപൊളിയാണോ, ഒരു വെറൈറ്റി ടൈപ്പ്. നമ്മളിപ്പോൾ മറ്റേ എന്തായിരുന്നു ഫാൻറ്റം റോക്ക് പോയി. ഞങ്ങൾ വന്ന വഴി പോകുന്നില്ല, തിരിച്ച് ബത്തേരി വഴിയാണ് പോകുന്നത്. അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇത്രയും നേരം കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. സൈനിങ് ഓഫ്.